ടെക് ലോകത്തു നിന്നുള്ള വാർത്തകൾ. പുതിയ ഡിസയർ വിപണിയിൽ വില 6.79 ലക്ഷം, 25.71 കിലോമീറ്റർ മൈലേജ്. മാരുതി സുസുക്കിയുടെ ഏറ്റവും പുതിയ കോമ്പാക്റ്റ് സെഡാനായ 4ാം തലമുറ ഡിസയർ വിപണിയിൽ 6.79 ലക്ഷം രൂപ മുതലാണ് വില. ബുക്കിംഗ് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന ആഴ്ചകളിൽ തന്നെ ഡെലിവറി ആരംഭിക്കുമെന്ന് കമ്പനി അറിയിച്ചു. തുടക്കത്തിൽ ഡിസയറിന്റെ പെട്രോൾ വേർഷനാണ് വിപണിയിലെത്തുക. സ്വിഫ്റ്റ് പോലെ തന്നെ LXi, VXi, ZXi, ZXi പ്ലസ് എന്നിങ്ങനെയുള്ള വേരിയന്റുകളിലാണ് ഡിസയർ വിൽപ്പനയ്ക്കെത്തുന്നത്. ഓട്ടോമാറ്റിക് ട്രിമ്മുകളും ഓഫറിലുണ്ടാകും. ബേസ് മോഡലായ LXi വേരിയന്റിൽ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ലഭ്യമാകില്ല. ഫാക്ടറിയിൽ ഘടിപ്പിച്ച CNG കിറ്റിന്റെ ലഭ്യത VXi, ZXi വേരിയന്റുകളിൽ മാത്രമാണ് ലഭിക്കുക. മാനുവൽ ഗിയർ ബോക്സ് മോഡലിന് ലിറ്ററിന് 24.79 കിലോമീറ്ററും AMD ബോക്സിന് 25.71 കിലോമീറ്ററുമാണ് കമ്പനി മൈലേജ് അവകാശപ്പെടുന്നത്. CNG വേരിയന്റിന് 33.73 കിലോമീറ്റർ മൈലേജ് ലഭിക്കും. ഡിസയറിന്റെ കളർ ശ്രേണിയിൽ ആകെ 7 കളർ ഓപ്ഷനുകളുണ്ട്. മുതിർന്ന യാത്രക്കാരുടെ സംരക്ഷണത്തിനായി ഗ്ലോബൽ സ്റ്റാർ റേറ്റിംഗ് മോഡലിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 45 ദിവസം കാലാവധി, 280 രൂപയിൽ താഴെ താരിഫ്. ബഡ്ജറ്റ് പ്ലാനുമായി BSNL. ബജറ്റ് റീചാർജ് പ്ലാനുമായി പൊതുമേഖലാ ടെലികോം കമ്പനിയായ BSNL 1.5 മാസം കാലാവധിയുള്ള 250 രൂപയിൽ താഴെയുള്ള പ്ലാനാണിത്. 45 ദിവസം കാലാവധിയുള്ള ഈ പ്രീപെയ്ഡ് പ്ലാനിന് 249 രൂപയാണ് താരിഫായി വരിക. എല്ലാ നെറ്റ്വർക്കുകളിലേക്കും പരിധിയില്ലാതെ വിളിക്കാം. പ്രതിദിനം 100 SMS സൗജന്യമാണ്. ഈ പ്ലാൻ അനുസരിച്ച് പ്രതിദിനം 2 GB ഡാറ്റയാണ് ലഭിക്കുക. പ്രതിദിന ഉപയോഗം 2 GB എന്ന പരിധി കടന്നാലും 40 kbps എന്ന കുറഞ്ഞ വേഗതയിലും ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. 100 ദിവസം കാലാവധിയുള്ള 700 രൂപയിൽ താഴെ താരിഫ് വരുന്ന 3 പ്രീപെയ്ഡ് റീചാർജ് പ്ലാനുകളും BSNLനുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൂക്ഷ്മ പരിശോധനയുടെ ഭാഗമായി ആമസോൺ, ഫ്ലിപ്കാർട്ട് എക്സിക്യൂട്ടീവുകളെ ED വിളിച്ചു വരുത്തും. വിദേശ നിക്ഷേപ നിയമ ലംഘനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമാണ് നടപടി. ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളെ റെയ്ഡ് നടത്തി ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക കുറ്റകൃത്യ ഏജൻസി ഫ്ലിപ്കാർട്ടിനെയും ആമസോണിനെയും വിളിച്ചുവരുത്തുമെന്ന് മുതിർന്ന സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. വിദേശ നിക്ഷേപ നിയമ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷണം ശക്തമാക്കുന്നതിനിടെയാണ് നടപടി. ഇന്ത്യയിലെ $70 ബില്യൺ ഇ-കൊമേഴ്സ് വിപണി അതിവേഗം വളരുമ്പോൾ ഫ്ലിപ്കാർട്ടിനും ആമസോണിനും പുതിയ തലവേദനയായിരിക്കുകയാണ് ED അന്വേഷണം. 2 കമ്പനികളും നിയമങ്ങൾ ലംഘിച്ചതായി ഇന്ത്യൻ ആന്റി ട്രസ്റ്റ് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യൻ നിയമങ്ങൾ വിദേശ ഇ-കൊമേഴ്സ് സ്ഥാപനങ്ങളെ അവരുടെ വെബ്സൈറ്റിൽ വിൽക്കാൻ കഴിയുന്ന സാധനങ്ങളുടെ ഇൻവെന്ററി കൈവശം വയ്ക്കുന്നതിൽ നിന്ന് വിലക്കുന്നു. ഇത് വിൽപ്പനക്കാരുടെ ഒരു മാർക്കറ്റ് മാത്രം അവതരിപ്പിക്കാൻ അവരെ നിർബന്ധിക്കുന്നു. ആമസോൺ, ഫ്ലിപ്കാർട്ട് വിൽപ്പനക്കാരിൽ കഴിഞ്ഞയാഴ്ച ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിന് ശേഷം അന്വേഷണ ഏജൻസി ഇപ്പോൾ കമ്പനി എക്സിക്യൂട്ടീവുകളെ വിളിച്ചുവരുത്താൻ പദ്ധതിയിടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർടെല്ലിന് നെക്സ്ട്ര 2 വർഷത്തിനുള്ളിൽ ശേഷി ഇരട്ടിയാക്കും. ശേഷി 400 മെഗാവാട്ടായി ഉയർത്താനാണ് പദ്ധതി. ഭാരതി എയർടെല്ലിന്റെ ഡാറ്റാ സെന്റർ വിഭാഗമായ നെക്സ്ട്ര അടുത്ത 2 വർഷത്തിനുള്ളിൽ അതിന്റെ ശേഷി 400 മെഗാവാട്ടായി ഉയർത്തും. ഹൈദരാബാദിലെ 200 മെഗാവാട്ട് ശേഷിയുൾപ്പെടെ 1-ലധികം പുതിയ സൗകര്യങ്ങൾ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനായി 5000 കോടി രൂപ കമ്പനി വകയിരുത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരുവിലും കൊൽക്കത്തയിലും കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. കമ്പനിയുടെ നിലവിലെ പ്രവർത്തനങ്ങൾ മുംബൈ, ചെന്നൈ, പൂന എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. നിലവിൽ ഇന്ത്യയിൽ 12 വലിയ കേന്ദ്രങ്ങളും 120 എഡ്ജ് ഡാറ്റാ സെന്ററുകളുടെ ശൃംഖലയുമുള്ള സ്ഥാപനം അതിന്റെ സൗകര്യങ്ങളിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗമായി AI പരിഹാരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആദ്യ ശ്രമത്തിൽ UK ആസ്ഥാനമായുള്ള സ്ഥാപനമായ ഇക്കോലിബ്രിയത്തിന്റെ സ്മാർട്ട് സെൻസ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ഡാറ്റാ സെന്ററുകളിൽ AI വിന്യസിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എയർ ഇന്ത്യയുമായി കൈകോർക്കാൻ സിംഗപ്പൂർ എയർലൈൻസ് വിസ്താര ലയനത്തിനു ശേഷം 3195 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തും.
വിസ്താര ടാറ്റ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയിൽ ലയിക്കുന്നതോടെ എയർ ഇന്ത്യയിൽ അധിക നിക്ഷേപം നടത്താൻ തയ്യാറെടുക്കുകയാണ് സിംഗപ്പൂർ എയർലൈൻസ്. ഇതോടെ എയർ ഇന്ത്യയിൽ സിംഗപ്പൂർ എയർലൈൻസിന് 25.1% ഓഹരി പങ്കാളിത്തം ഉണ്ടാകും. 2022 നവംബർ 29-നായിരുന്നു എയർ ഇന്ത്യ വിസ്താര ലയനം പ്രഖ്യാപിച്ചത്. 2024 നവംബർ 11-ഓടെ ലയനം പൂർത്തിയാകും. ടാറ്റ ഗ്രൂപ്പിന്റെയും സിംഗപ്പൂർ എയർലൈൻസിന്റെയും സംയുക്ത സംരംഭമായ വിസ്താര 2015 ജനുവരിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. വിസ്താരയിൽ 49% ഓഹരിയും സിംഗപ്പൂർ എയർലൈൻസിനുണ്ടായിരുന്നു. ലയനം പൂർത്തിയായ ശേഷം നിക്ഷേപം നടത്തുമെന്നും സബ്സ്ക്രിപ്ഷൻ വഴി എയർ ഇന്ത്യയുടെ പുതിയ ഷെയറുകൾ വാങ്ങുമെന്നും സിംഗപ്പൂർ എയർലൈൻസ് അറിയിച്ചു. വിസ്താര എയർ ഇന്ത്യ ലയനം അതിവേഗം വളരുന്ന ഇന്ത്യൻ വ്യോമയാന വിപണിയിലെ ഒരു സുപ്രധാന ഏകീകരണമായി മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലയനത്തിന്റെ ഭാഗമായി എയർ ഇന്ത്യയും സിംഗപ്പൂർ എയർലൈൻസും അടുത്തിടെ തങ്ങളുടെ കോഡ് ഷെയർ കരാർ വിപുലീകരിക്കാനും ധാരണയിൽ എത്തിയിട്ടുണ്ട്. കരാർ പ്രകാരം 11 ഇന്ത്യൻ നഗരങ്ങളും 40 അന്താരാഷ്ട്ര ലക്ഷ്യസ്ഥാനങ്ങളും തങ്ങളുടെ ശൃംഖലയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.